പ്രവൃത്തികളെ കുറിച്ച് പഠിക്കണ്ടേ? ഇതിന്റെയൊക്കെ സൂത്രധാരനാണ് എന്നാണെന്ന് ഗണേശനെ കുറ്റം. ഒരിക്കലും ഗണേശനെ കുറ്റം പറയുന്നില്ല ആദ്യകാലം. അറിയാമായിരിക്കും, അറിയത്തില്ലെങ്കിലും ഞാനും ഗണേശൻ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. അത് ഒരു 2005 തുടങ്ങിയ റിലേഷനാണ്. ഈ 2005 തുടങ്ങിയ റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ 2005 വ്യവസായത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ബിസിനസിന്റെ പേരിലോ സംസാരിക്കേണ്ട ആ ഒരു റിലേഷൻ അല്ലായിരുന്നു. മനസ്സിലായി കാണുമല്ലോ. ആരോപണത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സരിതയുടെ കത്തിലെ 3 പേജുകൾ ഗണേഷ് കുമാർ എഴുതി ചേർത്തതാണ് എന്ന് ഉമ്മൻചാണ്ടി മൊഴി നൽകി. ഇത് അന്നത്തെ കേസ് കേട്ടാണ്. 4 പേജ് എഴുതി കയറ്റിവിട്ടത് ഈ നായാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഗണേഷ് കുമാറിന്റെ ഇന്നലത്തെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല കമന്റ്സും കാര്യങ്ങളും ഉണ്ട്. ചില കുറിപ്പുകൾ വന്നിട്ട് വലിയ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ അടിക്കുമ്പം നമുക്ക് പൊള്ളുമല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു വിഷയത്തിനെ കുറിച്ച്, പിന്നെ പുതിയ MLA ജ്യോതികുമാറും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിലോട്ടൊക്കെ ഒന്ന് പോകാം. അപ്പോൾ നമുക്ക് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. കേൾക്കണം, നിങ്ങളിതൊക്കെ അറിയണം. നിങ്ങളൊക്കെ ഇവിടെ മണ്ടരാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ കളികളെ, അതായത് ജനങ്ങൾ ഇവനെ ഇത്രയും നാൾ ഇങ്ങനെ ആൾക്കാർ ജയിപ്പിച്ചെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഈ സങ്കടം തോന്നുന്നത്. ഒരു പാവം പിടിച്ച മനുഷ്യന്റെ ശാപമോടോ തനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ ഗണേഷ് കുമാർ തോറ്റതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പ്രസന്റ് ചെയ്തേക്കണേ, അഭിപ്രായം ഒന്ന് പക്കയായിട്ട് കൊടുത്തേക്കണേ. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ് ചെയ്യുക, ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഈ വിഷയം പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ലൈക്കും കൂടെ കൊടുത്തോ, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തോ, ഫാസ്റ്റ് ആക്കിക്കോ. ഓക്കെ, നമുക്ക് ആ പഴയ വോയിസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കേട്ടിട്ട് വരാം. മറുനാടൻ്റെ അടുത്ത് സരിത പറയുന്നതാണ്. എന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും കേൾക്കാം, അല്ല പറയാം. ഓക്കെ, ഇതിന്റെയൊക്കെ സൂത്രധാരനാണ് എന്നാണെന്ന് ഗണേശനെ കുറ്റം. ഒരിക്കലും ഗണേശനെ കുറ്റം പറയുന്നില്ല ആദ്യകാലം. അറിയാമായിരിക്കും, അറിയത്തില്ലെങ്കിലും ഞാനും ഗണേശൻ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. അത് ഒരു 2005 തുടങ്ങിയ റിലേഷനാണ്. ഈ 2005 തുടങ്ങിയ റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ വ്യവസായത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ബിസിനസിന്റെ പേരിലോ സംസാരിക്കേണ്ട ആ ഒരു റിലേഷൻ അല്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്റെ സമ്മതത്തോടു കൂടി ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി. അതിന്റെ പിന്നാമ്പുറം പോയിട്ട് ഞാൻ പിന്നെ അയാൾ വേറെ കല്യാണം കഴിക്കുന്ന പറഞ്ഞ അയാൾക്കെതിരെ പീഡന കേസ് കൊടുക്കുന്നത് ശരിയായ രീതിയാണോ? നല്ല തങ്കപ്പെട്ട അഭിഹിതം. നല്ല അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര മനോഹരമായിട്ടാണ് അവർ ആ ഒരു കാര്യം സംസാരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഭർത്താവിന്റെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ മകന്റെ ഒരു ഫോട്ടോ, ഞാൻ ലേറ്റസ്റ്റ് ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചെക്കനൊക്കെ 2K നല്ല വേറെ ലെവലിൽ ലുക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കുട്ടി മോനോ അങ്ങാണ്ട് അത് ഈ പറയുന്ന നമ്മളിപ്പോൾ ആരെക്കുറിച്ച് പറയുന്നുണ്ടോ ആ വ്യക്തിയുടെ ആണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യാവസ്ഥ ഒന്നും നമുക്കറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും പോകുന്നില്ല. പക്ഷെ ഇദ്ദേഹം ചെയ്ത ഓരോ തെറ്റിനും ജനം മറുപടി കൊടുത്തിട്ടുണ്ട് ഈ വട്ടത്തെ ഇലക്ഷന്. അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്. ഇപ്പം മെഴുകി നടക്കുന്നുണ്ട് നല്ല രീതിയിൽ, നല്ല അടിപൊളിയായിട്ട് മെഴുകി, ഒരു നാണവും മാനവും ഇല്ലാതെ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി കൂടെ വെക്കാം. എന്റെ സമ്മതത്തോടു കൂടി ഞങ്ങൾ സഹകരിച്ച് ജീവിച്ചതാണ്. അപ്പൊ പിന്നെ അതിനകത്ത് തിരിച്ചു പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, തിരിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. സുനിത എന്നോടന്ന് പറഞ്ഞിരുന്നത് സരിത മറ്റേ ജയിലിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ആരാൾക്ക് പറഞ്ഞിരുന്നു, ജയിലിൽ വന്ന ഗണേശ് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു പറച്ചിലുണ്ട്. പക്ഷെ ഗണേശ് കല്യാണം കഴിച്ചില്ല. പിന്നെ എന്നെ ഗണേശ് പെട്ടെന്ന് മാറാൻ കാരണം അതെനിക്കറിയില്ലെന്നോ. എടാ, ഞാനൊന്ന് ആലോചിച്ച് നോക്കി. അത്രയും സരിതയെ പോലെ ഒരു മണ്ടീന്നേ ഞാൻ പറയത്തുള്ളൂ. കേരള മുഖ്യമന്ത്രിക്കെതിരെ അന്ന് സംസാരിച്ച ഒരു വ്യക്തി, അത്രയും ആരോപണം നടത്തിയ ഒരു സ്ത്രീയെ ഈ പറയുന്ന ഗണേഷ് കുമാർ സ്വീകരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബുദ്ധിയുള്ളവൻ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടാമെങ്കിൽ അവൻ അത് സ്വീകരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതെല്ലാം അവൻ്റെ തലയിൽ തന്നെ വരുമെന്ന് അറിയാം. പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പമുണ്ട്, എല്ലാം കണ്ണും കൂട്ടി അങ്ങ് വിശ്വസിക്കും ചില കാര്യത്തില. പിന്നെ കുറുക്കൻ്റെ ബുദ്ധിയുള്ള ടീംസുകളും ഉണ്ട് കേട്ടോ. കണ്ണും കൂട്ടി വിശ്വസിച്ചതാരാ? ഇവളല്ലേ? അവസാനം മണ്ടിയായി. ഇതൊക്കെ സാമാന്യ കൊച്ചുകുട്ടികൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ. വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കെട്ടാൻ പോകല്ലേ? കെട്ടിക്കഴിഞ്ഞാൽ അവനാണ് ഇതെല്ലാം ചെയ്തത് നാട് മൊത്തം അറിയും. ആണോ അല്ലയോ? അവന് ബുദ്ധിയുണ്ട്, ഇവക്ക് ബുദ്ധിയില്ല. 10 കോടി അങ്ങോട്ട് ഓഫറൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്കറിയുള്ളൂ. അത്രയൊക്കെ എനിക്കറിയുള്ളൂ. കാര്യം ഞാൻ ജയിലിലായതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ട് അറിയാൻ സാധിച്ചില്ല. എന്തോ ഒരു കാര്യം സംഭവിച്ചു, ഇപ്പൊ അതിന്റെ വിവാഹത്തിന്റെ പുറകിലെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അത് ഞങ്ങൾ തന്നെ ഏകദേശം ആ ഒരു ഇതിലാണ് മുമ്പോട്ട് പോയിരുന്നത്.
അത് ഓക്കെ വന്നിട്ട് കാര്യമില്ല. അത് ഒരു പിന്നെ എന്നിട്ട് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത് എന്നിട്ട് പക്ഷെ ഗണേശനെതിരെ ഒരു അനുകൂലം പറയുന്നില്ല എന്നുള്ളതാണ് പലരും ഇത്രയും പേര് പറഞ്ഞത്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കാര്യം, ഞാൻ എന്റെ അറിവോടുകൂടി എന്റെ സമ്മതത്തോടു കൂടി മറ്റൊരു ഇതും ഇല്ലാതെ ഞങ്ങൾ സ്നേഹിച്ചതാണ്. അപ്പൊ പിന്നെ അതിനകത്ത് ഇപ്പം പിന്നെ മറ്റുള്ളൊരു പ്രോജക്ട് ചെയ്തു തരാമെന്നും അല്ലെങ്കിൽ ഒരു മന്ത്രി കൊണ്ടുപോയി ഒരു കൂട്ടിട്ട് വേറൊരു ആൾക്ക് കൊടുക്കുന്ന രീതിയൊന്നും ആയിരുന്നില്ലല്ലോ. അതൊന്നും അല്ല, എന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, ആ ഇഷ്ടത്തിനാണ് പോയത്. അതിനപ്പുറം വേറെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള മനസ്സിലാക്കേണ്ട കാര്യമില്ല, എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്. കഴിഞ്ഞ ഒരുപാട് കാലമായി, നിങ്ങൾക്ക് തന്നെ അറിയാലോ ഞാൻ എന്തോരം അപമാനം സഹിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴും അപമാനം സഹിക്കുന്നില്ല എന്നല്ല, എന്നാലും അതിനൊരു ഒരു വെളിച്ചം കിട്ടിയെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതിന്റെ സന്തോഷം വല്ലാതെ ഞാൻ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നില്ല. കാര്യം നമുക്കതൊന്നും നല്ല കിട്ടിയിട്ടൊന്നുമില്ല. എന്നോട് ഞാൻ പറഞ്ഞത് സരിതയെ ആദ്യം ഇന്റർവ്യൂ ചെയ്തിട്ട് ഈ പറഞ്ഞ ഓരോ ആരോപണങ്ങളും വീണ്ടും ഉറച്ചു നിൽക്കുന്നതിന്റെ മാത്രം പോട്ടു. അപ്പൊ ഈ പറഞ്ഞ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അക്യൂസ് ചെയ്തിരിക്കുന്നവരുടെ ഒക്കെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ്. ആരെങ്കിലും ഒഴിവാകും നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഇതുമായിട്ട് എന്താ ആസ് യൂഷ്വൽ എങ്ങനെയാണോ സഹകരിക്കേണ്ടത് അതേപോലെ തന്നെ സഹകരിക്കും, അത്രയേ ഉള്ളൂ. നമ്മളെടുത്ത് മൊഴി എടുക്കാൻ വന്നാൽ ഇതിൽ തന്നെ ഉറച്ചു വയ്ക്കും. കാര്യം എനിക്ക് ഒന്നും നഷ്ടപ്പെടാനുമില്ല, ഒന്നും നേടാനുമില്ല. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, അതാണ് സത്യം. നമ്മളിപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. നിന്റെ കഷ്ടപ്പാടിന്റെ കാര്യങ്ങളും ഒക്കെ ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. അവർക്ക് എന്തോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കുടുംബം മൊത്തം നശിപ്പിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. ആ ജനം വരെ അദ്ദേഹത്തിനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു. പിന്നെ അറിയാലോ, ചില ഇവൻ്റെയൊക്കെ അണികൾ കല്ലെറിഞ്ഞ് അതിൻ്റെ തല പൊട്ടിച്ചതും നമ്മുടെ ആരും മറന്നിട്ടില്ല. ഗ്ലാസ് തല്ലി പൊട്ടിച്ചതൊക്കെ എന്തൊക്കെയാ പാവം അനുഭവിച്ച്. മരിക്കുന്നതിന് മുമ്പ് ആ CBI റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം വായിച്ച് അദ്ദേഹത്തിന് എന്താ പറയാ, അത് 1 മാസം മുമ്പ്. ഇതൊന്നും ജനം മറക്കത്തില്ല. അതിൻ്റെ ഫലമാണ്. ഇദ്ദേഹം ഇപ്പം നല്ലത് എന്തെങ്കിലും ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കർമ്മയെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് അടിച്ചതിൻ്റെ ഫലമാണ് അവൻ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഒരു നേതാവെന്ന് വിളിക്കാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല. പക്ഷെ ഞാൻ ഈ അടുത്ത സമയത്തും ഈ പറയുന്ന ഗണേഷ് കുമാറിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും അദ്ദേഹം ജയിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു വോട്ടിനെങ്കിലും ജയിക്കും. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി. പത്തനാപുരത്തെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത് ഉമ്മൻചാണ്ടിയുടെ വിജയമാണ്. ഉമ്മൻചാണ്ടിയുടെ വൈഫ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഗണേശനോടൊന്നും ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല, നിൽക്കട്ടെ, ഇലക്ഷന് നിൽക്കട്ടെ. ഈ അടുത്ത സമയത്ത് അവർ സംസാരിച്ചാണ്. കർമ്മയെന്ന് പറയാം. ഇനി അടുത്ത് നമുക്ക് പഴയ ഒരു ന്യൂസും കൂടെ വെക്കാം. ഗൂഢാലോചന നടന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സരിതയുടെ കത്തിലെ 3 പേജുകൾ ഗണേഷ് കുമാർ എഴുതി ചേർത്തതാണ് എന്ന് ഉമ്മൻചാണ്ടി മൊഴി നൽകി. ഗണേഷ് കുമാറിന് മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്തതിലുണ്ടായ വിരോധമാണ് ഇതിന് പിന്നിലെന്നും ഉമ്മൻചാണ്ടി മൊഴി നൽകി. എന്നാൽ കത്തെഴുതിയത് താൻ തന്നെയാണെന്ന് സരിത കോടതിയെ അറിയിച്ചു. കണ്ണൻ നായർ കൊല്ലത്തു നിന്നും വിവരങ്ങൾ നൽകാൻ. കണ്ണൻ നായർ എന്താണ് ഉമ്മൻചാണ്ടിയുടെ മൊഴിയിൽ പറയുന്നത്? കേട്ടല്ലോ അന്നത്തെ വിഷയങ്ങൾ. ഇതൊക്കെ ഈ വിഷയം നടന്ന് 1-2 വർഷം കഴിഞ്ഞിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴത്തേക്ക് കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു ജനം. അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പെണ്ണ് വിഷയം എന്ന് പറഞ്ഞ നിസ്സാര കാര്യങ്ങളല്ല, ആരോപണം ആണെങ്കിൽ പോലും നിസ്സാര കാര്യമില്ല. അതിങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അവസാനം നിരപരാധിയാണെന്നുള്ളൊരു ന്യൂസ് പോലും വരുത്തുമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും കേസില ഇവൻ പ്രതിയാണെന്നും പറഞ്ഞ് വരികയും ചെയ്യും, അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ന്യൂസ് വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. അങ്ങനെ പല കേസുകെട്ടുകളുണ്ട്. പക്ഷേ ജനങ്ങൾ, ഇപ്പം ഞാനെന്ന വ്യക്തി ഒരു നല്ലൊരു മനുഷ്യനാണെങ്കിൽ ജനങ്ങൾ എന്നെ ഏറ്റെടുക്കും. പക്ഷെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിഷങ്ങളോ കാര്യങ്ങളോ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓരോ തോന്നിയാസങ്ങൾ കാണിക്കുന്നത് ഇപ്പം ആര് പുറത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ പോലും ജനം എന്നെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ജനം ഒരിക്കലും അത് എന്താ പറയുക, ആരെന്തൊക്കെ നെഗറ്റീവ് എന്നാലും പറഞ്ഞാലും തലയിലോട്ട് കയറ്റത്തില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എന്തെങ്കിലും ആട്ടെ, നമുക്കിനി ബാക്കി കൂടെ വെക്കാം. സരിത സോളാർ കമ്മീഷന് മുൻപിൽ ഹാജരാക്കിയ കത്തിൽ 4 പേജ് അധികമായി എഴുതി ചേർത്തു. അത് വ്യക്തിവിരോധം മൂലം ഗണേഷ് കുമാറും സരിതയും തമ്മിലുള്ള ഒരു ഗൂഢാലോചന ഭാഗമായി തന്നോടുള്ള വ്യക്തിവിരോധം മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു കത്ത് എഴുതി ചേർത്തത്. അത് 4 പേജിലും UDF നേതാക്കന്മാർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ എഴുതി പിടിക്കുകയായിരുന്നു. അത് ഗൂഢാലോചന പ്രകാരം ചെയ്തതാണ് എന്നാണ് ഉമ്മൻചാണ്ടി ആരോപണം ഉന്നയിച്ചത്. അത് പ്രധാനമായും പറയുന്നത് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ തന്നോട് അമർഷമുണ്ടായിരുന്നു. ആ അമർഷത്തിന്റെ പേരിൽ സരിതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ തനിക്കെതിരെയും UDF നേതാക്കന്മാർക്കെതിരെ
ആരോപണം ഉന്നയിക്കുകയായിരുന്നു. അത് വ്യാജമായി എഴുതിയുണ്ടാക്കിയ കത്താണ്, 4 പേജാണ് എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അതിനുശേഷം ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത്. അതിലൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കത്ത് 4 പേജ് 21-നൊപ്പം 4 പേജോട് ചേർത്ത് 25 പേജാക്കിയുള്ള കത്ത് സോളാർ കമ്മീഷന് മുന്നിൽ എത്തിച്ചതെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സൈനിക അഭിഭാഷകനായിട്ടുള്ള പെരി ബാലകൃഷ്ണൻ അട്ടക്കുളങ്ങര ജയിലിൽ വെച്ച് എഴുതി വാങ്ങിയ കത്തിൽ 21 പേജ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 4 പേജ് കൂടി ഗൂഢാലോചന നടത്താൻ വേണ്ടി ഇത്തരത്തിൽ എഴുതി എന്നാണ് ഉമ്മൻചാണ്ടി കോടതിയിൽ മൊഴി നൽകിയത്. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം അതിന് സമാനമായ ഗൂഢാലോചന നടന്നു എന്ന സമാനമായിട്ടുള്ള വാക്കുകളാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനുശേഷമാണ് ഓക്കെ, ഈ ന്യൂസൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, കുറേയൊക്കെ അറിയാത്ത ആൾക്കാരുണ്ട് എന്താണ് ഈ സ്റ്റോറി. ഈ സ്റ്റോറി പറയുകയാണെങ്കിൽ മക്കളെ ഒരുപാട് കഥകളുണ്ട്. എനിക്ക് തോന്നുന്നു 2013-14 സമയത്ത് വീഡിയോ ലീക്കായതിൻ്റെ വരെ കഥകളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല. ഇപ്പോഴത്തെ പത്തനാപുരത്തെ MLA എന്താണ് പറയുന്നതിൻ്റെ ഒരു വീഡിയോ 2 ദിവസം മുമ്പ് KV ഗണേഷ് കുമാർ ഈ പറയുന്ന BJPയുടെ വോട്ട് കൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് ജയിച്ചതും പഞ്ചായത്ത് ഇലക്ഷൻ ഇത്ര വോട്ട് BJPക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇപ്പോൾ കിട്ടുന്നില്ല, ഒരു തന്ത്രമുണ്ട്. അതായത് പഞ്ചായത്തോട്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അസംബ്ലി വോട്ട് അല്ലാതെ LDF UDF എന്നുള്ളൊരു മത്സരം ഉണ്ടല്ലോ, അതാണ്. അതുപോലും മനസ്സിലാക്കാൻ ഒരു ബോധമില്ലാത്തൊരു കിഴങ്ങനായി പോയല്ലോ പത്തനാപുരം ഇത്ര നല്ല പരിചയം നോക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വന്നത്. ജനം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ദൂരെ കളഞ്ഞത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ജ്യോതികുമാർ, ഈ പറയുന്ന ജ്യോതികുമാർ ചാമിക്കാലിൽ ഈ പുള്ളിക്കാരൻ അതായത് ആ മണ്ഡലം ശരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫലം കിട്ടി, അദ്ദേഹം ജയിച്ചു. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഒന്ന് കാണാം. വിവരം വേണ്ടേ, വോട്ടുകളെ കുറിച്ച് പഠിക്കണ്ടേ, റിസൾട്ട് വിലയിരുത്തണ്ടേ? ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അദ്ദേഹത്തിന്റെ തോൽവി ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹത്തിന്റെ വീട്ടിലെ വോട്ടുകൾ പോലും അദ്ദേഹത്തിന് അനുകൂലമായി ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സത്യം, സ്വന്തം ഭാര്യ പോലും ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടില്ലെന്ന് 100% ഉറപ്പാണ്. ഈ അടുത്ത സമയത്ത് ഭാര്യയും അദ്ദേഹം തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാലോ. 4 മാസം മുമ്പ് ഭാര്യ ഒരു ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗണേഷ് കുമാറിന്റെ പീഡനം എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്, മോശമായിട്ടുള്ള രീതിയിലാണ്. അതായത് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ആ സ്ത്രീ എന്തെടുത്ത് അവിടെ ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അവർ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് അവിടുത്തെ ജോലിക്കാരനെ കൊണ്ട് ആ സ്ത്രീയെ പിടിച്ച് പൂട്ടിയിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വലിയൊരു കോൺട്രവേഴ്സി തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ പോലീസിനെ വിളിക്കുന്നതിന് ഇവർ ആദ്യം എന്തെടുത്ത് ഈ പ്രശ്നം ഇന്ന ഒരു സംഭവം വീട്ടിൽ നടക്കുന്നുണ്ട് അറിഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ അവർ ശ്രീരേഖ IPSനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രീരേഖ IPS അറിയാലോ, BJP നിന്ന് ജയിച്ചേ, അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ് ധൈര്യമായിട്ട് പോകും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനെ വിളിക്കാൻ ഞാൻ അവിടെ എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് പോലീസ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് MLAയുടെ വീടാണല്ലോ, പോലീസ് തിരിച്ചു പോയി, പിങ്ക് പോലീസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, MLAയുടെ പവർ കൊണ്ട് എന്തൊക്കെ തോന്നിവാസങ്ങൾ വരെ മൂടിപ്പോയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നത്. അതാണ്, ഈ പവർ അവൻ്റെ നിന്ന് നഷ്ടപ്പെടണം, എന്നാലേ അയാളത്തിൻ്റെ അഹങ്കാരം മാറത്തുള്ളൂ. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഈ പറയുന്ന ഗണേഷ് കുമാർ വോട്ടില്ല. അതിൻ്റെ ഫലമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഗണേഷ് കുമാറിൻ്റെ അച്ഛനായിരിക്കും. അവൻ തോറ്റതേ ഇല്ല. സ്വന്തം അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വന്തം ഭാര്യയെ സംശയമില്ലാത്തതുകൊണ്ട് മകനാണെന്നുള്ള കാര്യം. അതിനാരെ അദ്ദേഹം കുറ്റപ്പെടുത്തുക? അവരുടെ ഒക്കെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നു, ശ്രീ KV ഗണേഷ് കുമാറിനെ തോൽപ്പിക്കുക എന്നതായിരുന്നു. ആ KV ഗണേഷ് കുമാറിന്റെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും ഈ നിയമനത്തിലെ ജനങ്ങൾ അതൊക്കെതിരായി വിധി എഴുതിയപ്പോ അദ്ദേഹത്തിന്റെ തോൽവി ആസന്നമായി. ലൈംഗിക അപവാദ കേസിൽ പെടുത്താൻ മുൻകൈ എടുത്തവർക്ക് പത്തനാപുരത്തെ ജനങ്ങൾ നൽകിയ മറുപടി, അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പത്തനാപുരത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു MLA എന്ന നിലയിൽ, ഒരു മന്ത്രി എന്ന നിലയിൽ ശ്രീ KV ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ആ സാമാന്യ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടായപ്പോ ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ശ്രീ KV ഗണേഷ് കുമാറിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നേതാക്കന്മാർ, അവരിൽ പരമപ്രധാനരായ 10 നേതാക്കന്മാരിൽ 2 പേരും എനിക്ക് വോട്ട് ചെയ്തവരാണ്. അവരെന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് വോട്ട് ചെയ്തത്. അദ്ദേഹം പറയുന്നു ചതിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആരെ ചതിച്ചു എന്ന് അദ്ദേഹം പറയുന്നത്. LDFന്റെ വോട്ടുകൾ 2021 67,000 വോട്ടുണ്ടായിരുന്ന LDFന്റെ സ്ഥാനാർത്ഥി ശ്രീ ഗണേഷ് കുമാറിനാണ്. ഇപ്പൊ 2026 ആയപ്പോ 59,965 വോട്ടായി കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ തോറ്റിട്ടില്ല, നടന്നത് ഒരു ചതിയുടെ ഭാഗമാണ്. ശരിക്കും അങ്ങനെ ഒരു ചതി ഇവിടെ നടന്നു. ഈ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുന്നതിന് ഒരു തരത്തിലുള്ള കോംപ്ലക്സ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കോംപ്ലക്സിന്റെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ജനാധിപത്യത്തിൽ വിജയവും തോൽവിയും ഒക്കെ സ്വാഭാവികവും സാധാരണവുമാണ്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. ഞാൻ മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം ആർക്കെതിരെയും പരാതി പറയാൻ ഞാൻ പോയിട്ടില്ല. എന്റെ വോട്ട് അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ വോട്ട് ഇന്നയാൾക്ക് പോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി എന്നൊന്നും ഞാൻ പറയാൻ പോയിട്ടില്ല. തോൽവിയായി അംഗീകരിച്ചുകൊണ്ട് ജനാധിപത്യപരമായി ഇതേ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കൂടുതൽ വോട്ട് നേടി ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു ചതിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആരെ ചതിച്ചു എന്ന് അദ്ദേഹം പറയുന്നത്. LDFന്റെ വോട്ടുകൾ 2021 67,000 വോട്ടുണ്ടായിരുന്ന LDFന്റെ സ്ഥാനാർത്ഥി ശ്രീ ഗണേഷ് കുമാറിനാണ്. ഇപ്പൊ 2026 ആയപ്പോ 59,965 വോട്ടായി കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 7,000-ലധികം വരുന്ന വോട്ട് കുറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അതെ, എന്തുകൊണ്ട് ഗണേഷ് കുമാർ അത് പറയുന്നില്ല? ഇവിടെ BJP കൂട്ടുകെട്ടുകൾ സംസാരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് 10-69,000 വോട്ട് കിട്ടിയെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, 69,000 വോട്ട് എങ്ങനെ 59,000 ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ആരാ ചതിച്ചെന്നാണ് എന്റെ പൊന്നെ ഗണേഷ് കുമാറെ. കേരളത്തിൽ തന്നെ ഒരു മണ്ഡലത്തിൽ തന്നെ എങ്ങനെ പോലും പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ വെറും ഒരു 20-25% മാത്രമേ ഉള്ളൂ. പാർട്ടി ചിന്താഗതിയുള്ള ആൾക്കാർ ഒരു മണ്ഡലത്തിലെ കാര്യമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ബാക്കി 10-75 അല്ലെങ്കിൽ പോട്ടെ 50-60% ആയിക്കോട്ടെ, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങള് ഈ ഒരുങ്ങി നടക്കുന്ന മന്ത്രി അവനെ കൊണ്ട് എന്തെങ്കിലും കൊണ്ട ഗുണമുണ്ടോ, അല്ലെങ്കിൽ ജയിച്ചതിന് ശേഷം ഇതിലെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ ആ കൂട്ടത്തിലിരിക്കുന്ന വ്യക്തിയോ ആ വ്യക്തിയുടെ കൂട്ടത്തിലുള്ള പാർട്ടിക്കാരോ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നുണ്ടോ എന്ന് ആൾക്കാർ ശ്രദ്ധിക്കും. മനസ്സിലായോ? ഗണേഷ് കുമാറിനെ മടുത്തിട്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തത്. ഈ വ്യക്തി അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു. പിന്നെന്താ പറയണ്ടേ, ഉമ്മൻചാണ്ടിയുടെ മോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മോൾ അവിടെ വന്നു കഴിഞ്ഞ് എല്ലാ വീടുകളിലേക്കും പറയാൻ മനസ്സിലായോ ഫോക്കസ് ചെയ്ത് അവരിറങ്ങി. ആ ചാണ്ടി ഉമ്മ വല്ല പോയി നിന്നായിരുന്നെങ്കിൽ 8 നില 10 നില പൊട്ടിപ്പോയനെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചതിയുടെ ഇതുകൊണ്ടാണോ ഇയാളെ വീട്ടിൽ ഇരിക്കുന്നത്, എന്നിട്ട് വന്ന് മെഴുകുന്നു. ആ 7,000-ലധികം വോട്ട് വേറൊരു സ്ഥാനാർത്ഥിക്കും പോയിട്ടില്ല. ഇവിടെ പ്രധാനമായും 3 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. 1 LDFന്റേത്, 2 UDFന്റേത്, 3 NDAയുടേത്. NDAയുടെ സ്ഥാനാർത്ഥി സ്വാഭാവികമായും സാധാരണയായി മത്സരിക്കാറുള്ളത് താമരചന്ദ്രനാണെങ്കിൽ ഇത്തവണ അവർ 2020 കൊടുത്തതിന്റെ ഭാഗമായി ചക്ക അടയാളത്തിലാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ NDAയിൽ തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ ഇവിടെ 2020 വലിയ സ്വാധീനമില്ലാത്തതായതുകൊണ്ട് വോട്ടുകൾ സ്വാഭാവികമായും മാറിപ്പോയിട്ടുണ്ട്. ഈ മാറിയ വോട്ടുകൾ സ്വാഭാവികമായും എനിക്ക് തന്നെയാണ് വന്നത്, UDF തന്നെയാണ് വന്നത്. UDFന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എല്ലാ ഭാഗത്തും വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നേ. അങ്ങനെ വോട്ട് ലഭിക്കുന്നതിൽ എന്താണ് തെറ്റ്? CPMന്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, CPIയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസിന്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ശ്രീ KB ഗണേഷ് കുമാറിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നേതാക്കന്മാർ, അവരിൽ പരമപ്രധാനരായ 10 നേതാക്കന്മാരിൽ 2 പേര് എനിക്ക് വോട്ട് ചെയ്തവരാണ്. അവരെന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് വോട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ 7,000-ലധികം വരുന്ന വോട്ടും BJPയുടെ വോട്ടും ഉൾപ്പെടെ LDFന്റെയും BJPയുടെയും വോട്ട് ഉൾപ്പെടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി ഇപ്പൊ കലാകാലങ്ങളിൽ LDFനും BJPക്കും വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ മാത്രമല്ല, ഒരു MLA എന്ന നിലയിൽ, ഒരു മന്ത്രി എന്ന നിലയിൽ ശ്രീ KB ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ആ സാമാന്യ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വോട്ടുകളെല്ലാം UDFന്റെ ഭാഗമായി വന്നപ്പോൾ ഇത് ചതിയാണ്, വഞ്ചനയാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തോൽവി ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്നലെ ന്യൂസ് ചാനലിൽ മൊത്തം സമനില തെറ്റി ഓടിപ്പോകുന്ന ഒരു ഗണേഷ് കുമാറിന്റെ ഇതായിരുന്നു സത്യം. ഇന്നലെ തമ്പിലൈൻ മൊത്തം അതായിരുന്നു, ഗണേഷ് കുമാർ സമനില തെറ്റി ഓടുകയാണെന്നുള്ള രീതിയിൽ. കാരണം ഇപ്പൊ എന്താണ് പറയേണ്ടതെന്ന് പുള്ളിക്ക് അറിയുന്നില്ല. പുള്ളിയുടെ അധികാരം സീറ്റ് പോയില്ലേ. അവിടെ ഇത്രയും വർഷം ഭരിച്ച ഒരു വ്യക്തി, നല്ലൊരു വ്യക്തിയായിരുന്നെങ്കിൽ ജനങ്ങൾ കൂടെ നിന്നേനെ. പക്ഷെ എന്തുകൊണ്ട് അതാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ വോട്ടുകൾ പോലും അദ്ദേഹത്തിന് അനുകൂലമായി ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. UDFനെ സംബന്ധിച്ച് 75,000 വോട്ടിൽ നിന്ന് 60-ൽ താഴെയായി പോയിരിക്കുന്നു, 15,000 വോട്ടായി കുറഞ്ഞിരിക്കുന്നു 10 വർഷം കൊണ്ട്. BJPക്കും കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം അവർക്ക് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDFന് വോട്ട് വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. 1% വോട്ട് ചാത്തന്നൂരിൽ UDFന് വർദ്ധിച്ചിട്ടുണ്ട്, BJPക്ക് 7% വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ LDFനാണ് 8% വോട്ടിന്റെ ഫോൾ ഉണ്ടായിട്ടുള്ളത്, അതായത് വീഴ്ച ഉണ്ടായിട്ടുള്ളത്, കുറവുണ്ടായിട്ടുള്ളത്. അപ്പോ CPMന്റെ 8% വോട്ട് BJPക്കും കോൺഗ്രസിനുമായി വീതം വെച്ച് പോവുകയായിരുന്നു ചാത്തന്നൂരിൽ. എന്നിരിക്കെ ചാത്തന്നൂരിൽ പകരം UDF അങ്ങോട്ട് വോട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ആരെ വിശ്വസിക്കുക? കണക്ക് വേണ്ടേ? കണക്ക് വെച്ച് സംസാരിക്കണ്ടേ? ഞാൻ അതെ, കണക്ക് വെച്ച് സംസാരിക്കണം. ഇത് നമുക്ക് കേൾക്കുമ്പോൾ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാം. ഈ തോറ്റു കഴിഞ്ഞിട്ട് ഈ മുടന്ന ന്യായങ്ങളായിട്ട് വരുന്നവരുണ്ടല്ലോ, ആ കൂട്ടത്തിൽ പെടുത്താം. ആക്ഷേപിക്കാനൊന്നുമില്ല, ഞാൻ അദ്ദേഹത്തെ ഒന്നും പറയുന്നു. ഓക്കെ,
എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ജനങ്ങളത് മനസ്സിലാക്കിയതിന്. ഇനിയെങ്കിലും ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും യോഗ്യതയുണ്ടോ, 5 വർഷം കൊണ്ട് അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങളുടെ മണ്ഡലത്തിലെ MLA ആരാണോ ആ വ്യക്തി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളിരുന്ന് ആലോചിക്കണം. ഇലക്ഷന് അന്ന് നിങ്ങളൊരു അരമണിക്കൂർ ഇങ്ങനെ കട്ടിലിരുന്നിട്ട് ഇവന് കുത്തണം, ഇവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് MLA ആയിട്ടിരുന്ന് ആദ്യം മുതൽ, അതായത് ഇപ്പം 5 വർഷം മുമ്പുള്ളത് തൊട്ട് ഇങ്ങനെ ആലോചിച്ച് പറയണം. അല്ലാതെ ലാസ്റ്റ് 6 മാസത്തെ ആവരുത്. അതാണ് ഏറ്റവും കൂടുതൽ മണ്ടത്തരം പറ്റുന്ന ജനങ്ങൾക്ക്. ഓക്കെ, നല്ല രീതിയിൽ പറയണമെന്ന് കരുതി വന്നതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കുക, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ശാപം, ആ കുടുംബത്തിൻ്റെ ശാപവും കാര്യങ്ങളും ഏറ്റ് ഒരു ഗതിയില്ല പരഗതിയില്ലാത്ത രീതി അലയുന്ന ഒരു ഗണേഷ് കുമാറിനെ ഇപ്പോൾ കാണുന്നത്. ഓക്കെ, എന്തായാലും ആരോഗ്യ ആയുസ്സൊക്കെ ആ വ്യക്തിക്ക് കൊടുക്കട്ടെ. കാരണം അടുത്ത ഇലക്ഷൻ വരുന്ന ആ ഇലക്ഷൻ സമയത്തും ഇതേ സ്ട്രോങ്ങോടെ നിന്ന് തോക്കേണ്ട ഒരു വ്യക്തിയാണ്. ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പോൾ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ഇത് കൊടുക്കാൻ മറക്കണ്ട, ഹൈപ്പ് കൊടുക്കണം. പിന്നെ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ ബൈ, ലവ് യു ഓൾ. പരമാവധി അങ്ങ് ഷെയർ ചെയ്യുക.